ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു മോർണിംഗ് വ്ളോഗാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നെനിക്ക് എക്സാം ഡ്യൂട്ടി ഉള്ള ദിവസമാണ്, എപ്പോഴെങ്കിലും കിട്ടുന്ന ഡ്യൂട്ടിയാണ്. അപ്പോൾ എനിക്ക് ലേറ്റായിട്ട് എങ്ങനെ വീട്ടിലെ പണികളൊക്കെ പെട്ടെന്ന് തീർത്ത് നമുക്ക് ജോലിക്ക് പോകാം, അതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും മുഴുവനായി കാണണേ. അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് പോകാം. എനിക്ക് ഡോറൊക്കെ തുറന്നു, നല്ല മഴയാണ് കേട്ടോ, അതുകൊണ്ടാണ് എനിക്ക് ലേറ്റായത്. തണുപ്പായപ്പോൾ ഒന്നും കൂടെ അവിടെ കിടന്നു പോയി. ഫ്രണ്ടിലെ ഡോറൊക്കെ തുറന്നു, പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ഇനി ഞാൻ കിച്ചണിലേക്ക് പോകാൻ ഫുഡ് ഉണ്ടാക്കണോ, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണോ. അപ്പം ആദ്യം തന്നെ ഞാൻ ചോറിനുള്ള വെള്ളം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പം അപ്പോഴത്തെ അടുപ്പിൽ ഞാൻ ദോശ മാവ് തലേന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്, അത് തയ്യാറാക്കാൻ. അപ്പം കുറച്ച് ദോശയാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ കറി ഉണ്ടാക്കുന്നില്ല, കറി ഇന്നലത്തെ സാമ്പാർ ബാലൻസ് ഉണ്ട്, അപ്പോൾ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ദോശയ്ക്ക് കൂട്ടി കഴിക്കും. അങ്ങനെ ചായൻ്റെ എല്ലാം പരിപാടിയും കഴിഞ്ഞു. ചോറിൽ നിന്ന് ആണ് ചായൻ്റെ വെള്ളം ഞാൻ കോരിയെടുത്തത്. അപ്പോൾ ചായയും കിട്ടി, ചോറുമായി. ചോറിന് അരിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ചായ കുടിക്കണം, പിന്നെ ലഞ്ചിനുള്ള കറി ഉണ്ടാക്കണം. അപ്പോൾ ആദ്യം ചായ കുടിക്കട്ടെ. പോകാൻ നേരത്ത് ചായ കുടിക്കാൻ കഴിയില്ല, ഇപ്പം തന്നെ ചായ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പണി അങ്ങോട്ട് കഴിഞ്ഞിട്ടല്ലോ. അങ്ങനെ ചായയൊക്കെ കഴിഞ്ഞു. ഞാൻ ഒരു കറി ഉണ്ടാക്കാൻ പോകുന്നത്, പച്ചക്കറി ഉണ്ടാക്കുന്നത് എല്ലാ കഷ്ണങ്ങളും കൂടെ മിക്സ് ചെയ്തിട്ട് തേങ്ങ അരച്ചൊരു കറി, അതാണ് ഇന്നത്തെ കറി. അപ്പം കറിയെല്ലാം റെഡി, തേങ്ങ അരച്ചത് തിളച്ച് മറിയുന്നുണ്ട്. ഒരു അടുപ്പത്ത് ഉപ്പേരി വെച്ചു, പിന്നെ ഉപ്പേരി വെന്ത അടുപ്പത്ത് മീൻ വറുക്കാൻ പോകാൻ എല്ലാം സംഭവങ്ങളും ഒക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ചോറ് വറുത്ത് കറി ഉണ്ടാക്കി, തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ മീൻ വറുത്തിട്ടുമുണ്ട് കേട്ടോ. ഇത് നമ്മുടെ സ്വന്തം കടുമാങ്ങൻ്റെ അച്ചാറാണ്. അപ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചോറെല്ലാം ഞാൻ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് തോരനും കുറച്ച് മീൻ വറുത്തതും കടുമാങ്ങ അച്ചാറൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. കറി ഞാൻ വേറൊരു പാത്രത്തിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഭയങ്കര ചൂടാണ്, അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമാകുമ്പോൾ പെട്ടെന്ന് ഉരുകി പോകും. അപ്പോൾ ചെറിയൊരു ബോക്സ് ഉണ്ട്, അതിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 8:15 ബസ് വരും. ബസ് വെയിറ്റ് ചെയ്യുന്നില്ല. ഏകദേശം നമ്മുടെ ഫുഡിൻ്റെ എല്ലാ അറേഞ്ച്മെൻറ്റും കഴിഞ്ഞ് ഇനി മാറ്റി ബസ് ഇതാ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്കൂളിലെത്തിയിട്ടുണ്ട് കേട്ടോ. എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും നല്ല അലേർട്ടായിരിക്കണം. കണ്ടെത്തിയാൽ സ്റ്റുഡൻസ് എല്ലാം ചോദിച്ചെഴുതും. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വ്ളോഗ്. വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.